എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 17-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദ്യം പറയുന്നത്. ദേശീയപാതയിലൂടെ അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളിൽ നിന്നും അധിക ടോൾ ഈടാക്കാൻ അനുവദിക്കുന്ന പുതിയ നിയമം ഏപ്രിൽ 15 മുതൽ പ്രാബല്യത്തിൽ വന്നു. അനുവദനീയമായ ഭാരത്തിൻ്റെ 10% വരെ അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ പിഴയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 10% മുതൽ 40% വരെ അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങൾക്ക് ടോൾ നിരക്കിൻ്റെ ഇരട്ടി തുക നൽകേണ്ടി വരും. അധിക ഭാരം 40%-ൽ കൂടുതലാണ് എങ്കിൽ പിഴ 4 ഇരട്ടിയാകും. അമിതഭാരം കയറ്റിയെത്തുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ വാഹൻ പോർട്ടലിന് കൈമാറും. ഫാസ്ടാഗ് വഴിയോ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും പേയ്മെൻറ്റ് രീതി വഴിയോ മാത്രമേ പിഴ ഈടാക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശവും ഉണ്ട്. അതേസമയം ടോൾ പ്ലാസകളിൽ വാഹനങ്ങളുടെ തൂക്കം നോക്കാനുള്ള സംവിധാനം ഒരുക്കിയില്ല എങ്കിൽ അധിക ടോൾ ഈടാക്കാൻ പാടില്ല. വാഹനങ്ങൾക്ക് ഫാസ്ടാഗ് ഇല്ലെങ്കിൽ അതിനുള്ള പിഴ കൂടി ബാധകമായിരിക്കും എന്നും ഉത്തരവിൽ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്. ഫാസ്ടാഗ് വിവരങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി നിർണായക നീക്കവുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫാസ്ടാഗുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വാഹന രജിസ്ട്രേഷൻ നമ്പറുകൾ കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ഫാസ്ടാഗുകൾ വിതരണം ചെയ്യുന്ന ബാങ്കുകൾക്ക് അതോറിറ്റി കർശന നിർദ്ദേശം നൽകി. തെറ്റായതോ നിലവിൽ ഇല്ലാത്തതോ ആയ രജിസ്ട്രേഷൻ നമ്പറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാസ്ടാഗുകൾ ഉടൻ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും നിർദ്ദേശമുണ്ട്. ബാങ്കുകളുടെ ഓരോ ഫാസ്ടാഗും ബന്ധപ്പെട്ട വാഹനത്തിൻ്റെ വിവരങ്ങളുമായി ഒത്തുനോക്കണം. വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റും ഫാസ്ടാഗ് വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എങ്കിൽ ആ ടാഗുകൾ റദ്ദാക്കും. പഴയ ഫാസ്ടാഗുകൾ പലതും വാഹൻ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കുന്നതിന് മുമ്പ് നൽകിയതാണ്. ഇവയിലെ മാനുഷികമായ തെറ്റുകൾ തിരുത്തുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. അക്കൗണ്ട് ഉടമകൾക്ക് മുന്നറിയിപ്പുമായി പഞ്ചാബ് നാഷണൽ ബാങ്ക്. കഴിഞ്ഞ 3 വർഷമായി യാതൊരു ഇടപാടും നടത്താത്ത അക്കൗണ്ട് ഉടമകൾക്കാണ് ബാങ്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ചക്കകം അക്കൗണ്ട് സജീവമാക്കാൻ ആവശ്യമായ നടപടികൾ ഉടമകൾ സ്വീകരിച്ചില്ല എങ്കിൽ ഏപ്രിൽ 15-ന് ശേഷം ഇത്തരം അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്ന നടപടി ആരംഭിക്കും എന്നാണ് മുന്നറിയിപ്പ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായി നിഷ്ക്രിയമായതും നിലവിൽ സീറോ ബാലൻസ് ഉള്ളതുമായ അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഈ നടപടി ബാധകമാകുക എന്നും ബാങ്കിൻ്റെ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു. അത്തരം അക്കൗണ്ടുകൾ സജീവമാക്കാൻ ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ബാങ്ക് വിവരം പങ്കുവച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വീണ്ടും സജീവമാക്കാമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിനായി അടുത്തുള്ള PNB ബ്രാഞ്ച് സന്ദർശിച്ച് KYC നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ട് സജീവമാക്കാനാണ് ബാങ്കിൻ്റെ നിർദ്ദേശം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സജീവമായിട്ടില്ല എങ്കിൽ മുൻകൂട്ടി അറിയിക്കാതെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യപ്പെടാം എന്നും ബാങ്ക് വ്യക്തമാക്കി. ലളിതമായ KYC അപ്ഡേഷൻ വഴിയോ അല്ലെങ്കിൽ അക്കൗണ്ട് ഇടപാടുകൾ നടത്തുന്നതിലൂടെയോ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഒഴിവാക്കാം എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നിഷ്ക്രിയമായ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടപടി എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചു. റിസർവ് ബാങ്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. ഓൺലൈൻ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന് പുതിയ സംവിധാനവുമായി റിസർവ് ബാങ്ക്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഓൺലൈൻ പണമിടപാടുകൾ 1 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഏർപ്പെടുത്തുന്നതിന് അടക്കം മാറ്റങ്ങളാണ് RBI പരിഗണിക്കുന്നത്. ഇവ പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി മെയ് 8 വരെ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടും. ഇതിലുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം കൂടി പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. രാജ്യത്ത് ഡിജിറ്റൽ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ നീക്കങ്ങൾ RBI സജീവമാക്കുന്നത്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ ഇടപാടുകൾക്കും കൂൾ ഓഫ് പീരീഡ് അഥവാ വെയിറ്റിംഗ് ടൈം ഏർപ്പെടുത്തും. അതുവഴി ഈ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന് ഇടപാട് റദ്ദാക്കാൻ അവസരം ലഭിക്കും. പണം അയച്ചു കഴിഞ്ഞാലും 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ സ്വീകർത്താവിന് എത്തുകയുള്ളൂ എന്ന് വ്യക്തം. ഈ 1 മണിക്കൂറിനുള്ളിൽ ഉദ്ദേശിക്കുന്ന ആളിലേക്ക് തന്നെയാണ് പണം എത്തുന്നത് എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ ഉപഭോക്താവിന് സാധിക്കും. ഏതെങ്കിലും തരത്തിൽ ഇടപാട് തട്ടിപ്പാണ് എന്ന് സംശയം തോന്നിയാൽ അത് ക്യാൻസൽ ചെയ്യാനും 70 വയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് വിശ്വസ്ത ഇടനിലക്കാരൻ്റെ
അനുവാദം നിർബന്ധമാക്കുന്നതുമാണ് RBIയുടെ പരിഗണനയിലുള്ള മറ്റൊരു നിർദ്ദേശം. പ്രായമായവർ തട്ടിപ്പിന് ഇരയാകാതിരിക്കാനാണിത്. മർച്ചൻ്റ് പേയ്മെൻറ്റ്, ഓട്ടോ ചെക്ക് ഇടപാടുകൾ എന്നിവയെ ഇതിൽ നിന്നും ഒഴിവാക്കും. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് മാത്രമാകും നിബന്ധന. കിൽ സ്വിച്ച് എന്ന സംവിധാനവും പരിഗണനയിലുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകളിൽ പെട്ടെന്ന് സംശയം തോന്നിയാൽ ഒറ്റ ബട്ടണിൽ ഞെക്കിയാൽ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിലുള്ള എല്ലാ ഓൺലൈൻ ഇടപാടുകളും ഒറ്റയടിക്ക് മരവിപ്പിക്കാൻ ഈ സംവിധാനം വഴി സാധിക്കും എന്ന് RBI അധികൃതർ സൂചിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയുടെ ഏപ്രിൽ മാസത്തേത് വിതരണം തുടങ്ങി എന്ന തരത്തിൽ പല വീഡിയോകളും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ് വാട്സപ്പിലും കമൻറ്റിലൊക്കെ സംശയം ചോദിക്കുന്നത്. വിതരണം ചെയ്തോ, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സേവന പെൻഷൻ വിഭാഗത്തിൽ വിളിക്കുകയും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്നും കിട്ടിയിട്ടുള്ള വിവരം കൃത്യമായിട്ട് അറിയിക്കുകയാണ്. ആദ്യം നിങ്ങൾ ആ കോൾ റെക്കോർഡ് ഒന്ന് കേൾക്കുക. ഹലോ, എൻ്റെ പേര് മുനീർ. ഈ ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കാറായോ? നമുക്ക് ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. ഗവൺമെന്റ് ഓർഡർ ഇറങ്ങാനുണ്ട്. ഓർഡർ കിട്ടിയില്ല. ഒന്നും വന്നിട്ടില്ല അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇതാണ് അവസ്ഥ. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വിതരണം തുടങ്ങി എന്ന തരത്തിൽ പറയുന്നത് സത്യമല്ല, അത് മനസ്സിലാക്കുക. വിതരണം തുടങ്ങിയിട്ടില്ല. ഫെബ്രുവരി മാർച്ച് മാസത്തെ 2 ഗഡുക്കൾ മാത്രമാണ് തുടങ്ങിയത്. ഫെബ്രുവരി മാസത്തിൽ ആദ്യം 10 ലക്ഷത്തിലധികം ആളുകൾക്ക് മാത്രമാണ് കിട്ടിയതെങ്കിൽ മാർച്ച് മാസത്തിൽ അത് കുറച്ചുകൂടി ആളുകൾക്ക് ലഭിച്ചു. മാർച്ച് മാസത്തിൽ ആദ്യം ലഭിക്കാത്ത ആളുകൾക്ക് 2000 രൂപയും ഫെബ്രുവരിയിൽ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് 1000 രൂപയുമാണ് മാർച്ച് മാസത്തിൽ കിട്ടിയത്. ചില ആളുകൾക്ക് ഫെബ്രുവരിയിൽ കിട്ടി, മാർച്ചിൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അടുത്ത വിതരണത്തോടൊപ്പം ആ കിട്ടാത്ത തുക കൂടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായിട്ടുള്ള അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിതരണത്തിന് നമുക്ക് കാത്തിരിക്കാം. ഈ മാസം തന്നെ അതിൻ്റെ വിതരണം ഉണ്ടാകും. ഇപ്പോൾ അതിൻ്റെ വിതരണം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ 32 ലക്ഷത്തോളം ആളുകൾക്ക് ഇതിൻ്റെ സഹായത്തിന് അർഹതയുണ്ട്. പക്ഷേ ഇപ്പോഴും 20 ലക്ഷത്തിന് താഴെ ആളുകളാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും അപേക്ഷിക്കാത്ത, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും ഒന്നും വ്യക്തിപരമായിട്ട് ലഭിക്കാത്ത, മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന 35 വയസ്സ് കഴിഞ്ഞ 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ അപേക്ഷ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുകയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളും ഇനിയും ഇതിന് അർഹത ഉണ്ടായിട്ടും അപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്താണ്, ഇലക്ഷന് മുമ്പായിട്ടാണ് 65,000-ഓളം പുതുതായിട്ട് BPL റേഷൻ കാർഡ് വിതരണം ചെയ്തത്. അങ്ങനെയുള്ള ആളുകൾ ഇതുവരെ വെള്ള നീല റേഷൻ കാർഡിലായിരുന്നു. അപ്പോൾ പുതുതായിട്ട് പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ള ആളുകൾ, അതിലുള്ള സ്ത്രീകൾ, 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കുകയും ഈ സഹായം മാസാമാസം ലഭിക്കുന്ന ഈ 1000 രൂപ സഹായത്തിന് അർഹതയുമുണ്ട്. അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഇനിയും അപേക്ഷിക്കാത്തവർ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ മെസ്സേജുകളെല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കുക. സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ റിജക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയിട്ടുള്ളത്, അത് ക്ലിയർ ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പല ആളുകളുടെയും പേരിലെയും അഡ്രസ്സിലേക്ക് പൊരുത്തക്കേടുകൾ, അതായത് റേഷൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് ഇവയൊക്കെ നൽകുന്നുണ്ട്. ഇതിൽ 2 രേഖയിൽ 2 വ്യത്യസ്ത പേരുകളോ അല്ലെങ്കിൽ വ്യത്യസ്ത അഡ്രസ്സുകളോ ഉണ്ട് എങ്കിൽ റിജക്റ്റ് ആവുന്നുണ്ട്. പിന്നെ റേഷൻ കാർഡിൽ സ്ത്രീ എന്നുള്ളതിന് പകരം പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അതും റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധിച്ച് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടും അപേക്ഷ സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പുരുഷൻ എന്ന് നിങ്ങളുടെ പേരിന് അടുത്ത് രേഖപ്പെടുത്തിയത് സ്ത്രീകൾക്ക് മാത്രമുള്ള സഹായമാണ്. അപ്പോൾ റേഷൻ കാർഡിൽ നിങ്ങളെ പുരുഷനായിട്ട് രേഖപ്പെടുത്തിയത് കൊണ്ടായിരിക്കും. അങ്ങനെയുണ്ട് എങ്കിൽ അത് തിരുത്തിയിട്ട് സ്ത്രീ ആക്കുക. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് സപ്ലൈ ഓഫീസിൽ പോകാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത വിതരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. വിതരണം തുടങ്ങിയിട്ടില്ല. വലിയ താമസമില്ലാതെ ഒരു 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ വർധനമാണ് ഉണ്ടായത്. 20 രൂപ ഗ്രാമിന് വർദ്ധിച്ച് 14,260 രൂപയും പവന് 160 രൂപ വർദ്ധിച്ച് 1,14,80 രൂപയുമാണ് നിലവിലെ വില. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.